കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അന്തരിച്ചതിന് ശേഷം അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് 2023 സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 8-ാം തീയതിയായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി അവസാനം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചതിനേക്കാൾ വമ്പൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു. അന്നേ ദിവസം വൈകുന്നേരത്തോടു കൂടി ഫേസ്ബുക്കിലെ പ്രധാനപ്പെട്ട ഒരു മലയാളം പേജായ കണക്റ്റിംഗ് കേരളയിൽ ഒരു ഫോട്ടോയും അതിനൊപ്പം ഒരു ചെറിയ കുറിപ്പും പ്രത്യക്ഷപ്പെട്ടു. അന്ന് കോൺഗ്രസിലെ വളർന്നു വരുന്ന യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിരുന്നു ആ ഫോട്ടോ. അതിനൊപ്പം ആ പേജിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ വിജയത്തിൽ ഇദ്ദേഹത്തിൻ്റെ പങ്കും വളരെ വലുതാണ്. ആശംസകൾ രാഹുൽ. ശേഷം 2 ലവ് ഇമോജിയും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹത്തോടെ പണിയെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഏതോ കോൺഗ്രസ് അനുകൂല പേജിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കും ഇത് എന്നാണ്. എന്നാൽ അന്ന് രാത്രിയോടെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയായിരുന്നു. അതായത് ഈ പോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കണക്റ്റിംഗ് കേരള എന്ന പേജിൽ മാത്രമല്ല വന്നിരിക്കുന്നത്. പട്ടുറുമാലും മൈലാഞ്ചിയും, ഓറഞ്ച് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ്, മീഡിയ മലയാളം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ബ്ലൂ സ്കൈ പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നിങ്ങനെ ഏകദേശം 10ഓളം ഓൺലൈൻ മീഡിയകളിൽ ഈ പോസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന സംഗതി ഉണ്ടായിരുന്നു. ആദ്യം ഈ പോസ്റ്റ് വന്ന കണക്റ്റിംഗ് കേരള എന്ന പേജിൽ നൽകിയിരിക്കുന്ന അതേ കാര്യങ്ങളും അതേ ഫോട്ടോയും തന്നെയാണ് മറ്റുള്ള എല്ലാ ഫേസ്ബുക്ക് പേജുകളിലും നൽകിയിരിക്കുന്നത്. ഒരക്ഷരം പോലും മാറിയിട്ടില്ല. മാത്രമല്ല, ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ആ ലവ് ഇമോജി അതുപോലും അതേപോലെയുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഏതോ ഒരു പേജിൽ വന്ന ഒരു കാര്യം മറ്റുള്ള പേജുകാരും എടുത്തു കൊടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പോസ്റ്റ് ആദ്യം വന്ന കണക്റ്റിംഗ് കേരള എന്ന പേജിൽ ഈ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് 5200 ലൈക്കുകളാണ്, 441 ഷെയറുകളും. മറ്റു പേജുകളിലും ലഭിച്ചിരിക്കുന്ന ലൈക്കുകളുടെയും ഷെയറുകളുടെയും കാര്യത്തിൽ ഒട്ടും കുറവ് കാണുന്നില്ല. ഒരു പേജിൽ ആദ്യം വന്ന പോസ്റ്റും ഫോട്ടോയും മറ്റൊരു പേജിലെ അഡ്മിൻ വീണ്ടും എടുത്തു നൽകി എന്ന് വിശ്വസിച്ചാലും ഏകദേശം 10ഓളം പേജുകൾ ഒരേ കണ്ടന്റ് ഒരക്ഷരം പോലും മാറാതെ, ഒരു സിമ്പൽ പോലും മാറാതെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ സ്വാഭാവികമായും ദുരൂഹതയുണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. ഒരേ ഫോട്ടോയും ഒരേ കുറിപ്പും തയ്യാറാക്കി നൽകി അത് ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഇവിടെ തെളിവൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് പിറ്റേ ദിവസം, അതായത് 2023 സെപ്റ്റംബർ 9-നാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ജനിക്കുന്നത്. അതുവരെയുള്ള രാഹുൽ മാങ്കൂട്ടം എന്താണെന്നും എങ്ങനെയായിരുന്നു എന്നും നമുക്കറിയാം. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ ഭാഗം നല്ല വൃത്തിയായി സംസാരിക്കുകയും ഇടതുപക്ഷമോ BJPയോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയും അവരുടെ വാദങ്ങളെ പരമാവധി പ്രതിരോധിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് ടെലിവിഷൻ കാണുന്ന ആർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പോസ്റ്റുകൾ ആവശ്യത്തിലധികം എത്തുകയും ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ പുള്ളിക്കാരൻ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് MLA ആവുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ: പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ PR വർക്ക് ആരംഭിച്ചത്. അതിനുശേഷം ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന കാര്യത്തിൽ ശ്രദ്ധയും ബോധവുമുള്ള കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ മാങ്കൂട്ടത്തെയാണ്. സമൂഹമാധ്യമങ്ങളിലെ പുത്തൻ ആയുധങ്ങളായ റീൽസും ഷോർട്സും ഒക്കെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി അറിയാം. ഇത്തരത്തിലുള്ള പുത്തൻ പ്രചരണ രീതികളെ ഫലപ്രദമായി ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വീഡിയോ തന്നെ പണികൊടുത്ത കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. മാങ്കൂട്ടത്തിന് ആ വീഡിയോ കൊടുത്തിരിക്കുന്നത് ചെറിയ പണിയല്ല, നല്ല 8ൻ്റെ പണി തന്നെയാണ്. ആ 8ൻ്റെ പണി കൊണ്ടുവന്ന വീഡിയോ ഏതാണെന്ന് കൂടി അറിഞ്ഞാലേ കാര്യങ്ങൾ പൂർണ്ണമാകും. പുള്ളിക്കാരൻ പ്രതിനിധീകരിക്കുന്ന യൂത്ത് കോൺഗ്രസ് എന്നും എതിരാളികളുടെ സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള DYFIയുടെ ഒരു വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പണി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ അടുത്തു കൂടിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആ ക്യാമ്പിൽ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമായി: തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം.
കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ക്യാമ്പിൽ സംഘടനാ പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയിലാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ വാരിയിട്ടലക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരിക്കുന്ന പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയാണ് പുള്ളിക്കാരനെതിരെ ആദ്യത്തെ വെടിപൊട്ടിച്ചത്. പ്രതിനിധി പറയുന്നത്, ഭാരവാഹിത്വത്തിലുള്ള ജനപ്രതിനിധികൾക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം MLA ആണല്ലോ, അതുകൊണ്ട് ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകണമെന്നാണ് ആ പ്രതിനിധിയുടെ ആവശ്യം. ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടം ഒഴിയണം എന്ന്. മറ്റൊരു പ്രതിനിധി ആരോപണവുമായി ഉന്നയിച്ചത്, രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന പ്രസിഡന്റ് ആയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നാണ്. യൂണിറ്റ് കമ്മിറ്റികൾ സജീവമല്ല എന്നും ആ പ്രതിനിധി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് 50% സീറ്റുകൾ മാറ്റിവെക്കണമെന്നും ക്യാമ്പിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായ ആ ആരോപണമെത്തുന്നത്. വയനാട് ദുരിതാശ്വാസത്തിനായി പിരിച്ച തുക എവിടെയാണെന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തശേഷം പിരിച്ചത് എത്ര തുകയാണെന്നും അത് എന്ത് ചെയ്തു എന്നുമുള്ള കണക്ക് അവതരിപ്പിക്കണമെന്ന് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ആവശ്യപ്പെട്ടത്. മറ്റു ജില്ലകളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ ഈ ആവശ്യത്തെ പിന്താങ്ങുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും റീൽ രാഷ്ട്രീയത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഇത്രത്തോളം അതൃപ്തിയുണ്ടെന്ന് ആ പഠന ക്യാമ്പ് ആണ് കാണിച്ചു തന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പോലും ചില സമയത്ത് വകവയ്ക്കാതെ സ്വന്തം തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒട്ടുമേ അച്ചടക്കമില്ലാത്ത രാഹുൽ മാങ്കൂട്ട സംഘത്തിൻ്റെ നിലപാടുകളിൽ ഞങ്ങൾ സഹികെട്ടിരിക്കുകയാണ് എന്നാണ് ആ പഠന ക്യാമ്പിൽ പങ്കെടുത്ത യുവാക്കൾ പറയാതെ പറഞ്ഞത്. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് നേരിട്ട് പിരിച്ച കാശിൻ്റെ കണക്ക് ചോദ്യമായി വന്നപ്പോഴാണ് ആ DYFI വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ എത്തുന്നത്. വയനാട്ടിൽ കൈത്താങ്ങായി DYFI ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 100 വീടുകൾ DYFI വെച്ച് നൽകുന്നു. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് ധാരണാപത്രവും സമാഹരിച്ച തുകയും കൈമാറും. ആക്രി ചലഞ്ചിലൂടെയും ബിരിയാണി ചലഞ്ചിലൂടെയും മറ്റും യൂണിറ്റ് തലത്തിൽ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം. മാതൃകാപരമാണ്. ആ 25 വീട് നേരത്തെ ഓഫർ ചെയ്ത സംഘടന സമാഹരിച്ച പണമുണ്ട്. ആ പണം 25 വീടിനല്ല 100 വീടിന് തികയുമെന്ന് കണ്ടു. ആ സംഘടന DYFI ആയിരുന്നു. ചെക്കന്മാർ കൊള്ളാം അല്ലേ? യുവാക്കളും യുവതികളും DYFIയിലെ പ്രവർത്തകരാണ്. അവർ പാത്രം കഴുകിയും ഈ വണ്ടി കഴുകിയും ആക്രി കച്ചവടം നടത്തിയും ഒക്കെയാണ് അവർ ഈ പണം സമ്പാദിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അധ്വാനത്തിൻ്റെ മൂല്യം കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 100 വീടുകളാണ് DYFI വെച്ച് കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധേയമായ മാതൃകാപരമായിട്ടുള്ള കാര്യം. ഈ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നടന്ന പഠന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 25 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഈ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നടന്ന പഠന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 25 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച DYFI അത് 100 വീടുകളാക്കി മാറ്റുകയും അതിനായി സമ്പാദിച്ച പണം മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് വച്ചു നൽകാമെന്ന് പറഞ്ഞ വീടുകളുടെ അവസ്ഥയെപ്പറ്റി ചോദ്യമുന്നയിച്ചത്. മാത്രമല്ല, മാങ്കൂട്ടം MLA ആയതോടെ യൂത്ത് കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ലാതായി എന്നും അതുകൊണ്ട് മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയണമെന്നും ചില പ്രവർത്തകർ വാദിച്ചിരുന്നു. എന്നാൽ അതിന് മറുപടി രാഹുൽ മാങ്കൂട്ടം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. താൻ ഒരിക്കലും സംസ്ഥാന അധ്യക്ഷ പദവി രാജിവയ്ക്കില്ലെന്നും പഠന ക്യാമ്പിൽ ഉയർന്ന ആരോപണങ്ങൾ എന്ന പേരിൽ അന്തരീക്ഷത്തിൽ നിന്നും വാർത്തയുണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചത്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരെ ഇത്രത്തോളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സംഭവ ബഹുലമായ ഒരു ഇടപെടലിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാറിയത്. ഇതുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഷാഫി പറമ്പിലിൻ്റെ നോമിനി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാവുകയും അതിന് പിന്നാലെ പാലക്കാട് MLA സ്ഥാനം ലഭിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗം ഇപ്പോഴും രംഗത്തുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്.
വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 30 വീടുകളാണ്. ഒരു വീടിന് ശരാശരി 8 ലക്ഷം രൂപ മതിക്കുന്ന 30 വീടുകൾ. ഇതിനുവേണ്ടി പണപ്പിരിവും നടത്തിയിരുന്നു. വിവിധ ചലഞ്ചുകൾ, അതായത് ബിരിയാണി ചലഞ്ച് പോലുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചാണ് വീടുകൾക്ക് വേണ്ടി പണം സമ്പാദിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് വീട് വച്ചു കൊടുക്കും എന്ന പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് ഡിവൈഎഫ്ഐ 25 വീടുകൾ വച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. അവർ വ്യത്യസ്തമായ മാർഗമാണ് പണം സമ്പാദിക്കാൻ സ്വീകരിച്ചത്. ആക്രി പെറുക്കി വിൽപ്പന നടത്തിയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുമാണ് ഡിവൈഎഫ്ഐ പണം സമ്പാദിച്ചത്. എന്നാൽ 25 വീടുകളാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചതെങ്കിലും പണം ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ അത് 100 വീടുകളിലേക്ക് എത്തുകയും ചെയ്തു. ധാരണാപത്രവും പണവും ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി ഡിവൈഎഫ്ഐയുടെ പേര് എടുത്തു പറഞ്ഞ് ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ വീഡിയോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചെങ്കിലും ഇതുവരെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളും തുടങ്ങിയില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഈ പഠന ക്യാമ്പിൽ ഈ സംഭവം വിവാദമായത്. യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിക്കാൻ പണം പിരിച്ചെങ്കിലും വീട് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം വാർത്തയായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം 1 രൂപ പോലും പിൻവലിച്ചിട്ടില്ലെന്നും എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സഹകരിച്ചില്ലെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കിയത്. മാത്രമല്ല ബാങ്ക് രേഖകൾ രാഹുൽ മാങ്കൂട്ടം പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാലും ഒരു വിവാദമുണ്ടാകുന്നതുവരെ ഇക്കാര്യം എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല എന്ന ചോദ്യമാണ് സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. വീട് വച്ചു കൊടുക്കാൻ ഭൂമിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും എന്നാൽ സംസ്ഥാന സർക്കാർ ആ ആവശ്യം ചെവിക്കൊണ്ടില്ല എന്നുമാണല്ലോ രാഹുൽ മാങ്കൂട്ടവും സംഘവും പറയുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ പണം കൈമാറാൻ രാഹുൽ മാങ്കൂട്ടവും യൂത്ത് കോൺഗ്രസും തയ്യാറായില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരിന് വിശ്വാസമില്ലെന്നും യൂത്ത് കോൺഗ്രസ് നേരിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുമാണ് അന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. ഒരു വലിയ ദുരന്തം വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണണോ എന്ന് അന്ന് പല കോൺഗ്രസ് അനുകൂല വ്യക്തികളും ചോദിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കാൻ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് 1991 ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പ്രളയക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് ഹുണ്ടിക പിരിവ് വഴി ശേഖരിച്ച പണം മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ചിത്രമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇത് കാണണമെന്ന അടിക്കുറിപ്പോടെ പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരല്ല രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന ഷാഫി പറമ്പിലും പിന്നെ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന സാക്ഷാൽ വി.ഡി. സതീശനുമാണ് ഈ ചിത്രം യഥാർത്ഥത്തിൽ കാണേണ്ടത്.